ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് നടന്നിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവരെ ഇങ്ങനെ കമ്പൽ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് നടന്നിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ സൈലന്റ് ആണ്, നിങ്ങൾ കൂടുതലായിട്ട് പ്രതികരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പോവാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളൊരു ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സും തോട്ട്സും ഒക്കെ ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് അല്ല. ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പം നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Thunderbolt, Breakthrough, Creator, The Miser, Healing, We Are the World, Beyond Illusion, Control, Consciousness, Change, Moment to Moment, Flowering, Fighting, Maturity, Innocence, Guilt, Compromise, Past Lives. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഡ്രീം ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തില് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന തകർച്ചയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ പലതായിരിക്കാം. ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്ന വ്യക്തികളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, ഈഗോ ആയിരിക്കാം, സ്വാർത്ഥതയായിരിക്കാം, ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഏത് സിറ്റുവേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു പ്രത്യേകപരമായിട്ട് എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് എന്നുള്ളത് നോക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് ആയിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ബന്ധം പോയിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാലങ്ങളായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ പതുക്കെ ലെസ് കോണ്ടാക്ട് ആയിരിക്കുന്നതല്ല. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു തകർച്ച ഉണ്ടായ സമയത്ത് എന്തായാലും നിങ്ങൾക്കിടയിൽ നല്ല രീതിക്ക് ഒരു ഫൈറ്റിംഗ്, വഴക്കുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് നിങ്ങളുടെ വ്യക്തിയിലേക്ക് ഒരുപാട് വാക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരാണെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് നിങ്ങളെയും ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഒരു മാനസിക അകൽച്ച നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മാനസിക അകൽച്ച കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് വീണ്ടും അതിനൊക്കെ ഒന്ന് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല. അല്ലെങ്കിൽ അവര് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാനോ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കുവാനോ ഒന്നും തയ്യാറാവാതെ അവര് പിടിച്ച ആ ഒരു മുയലിന് മൂന്ന് കൊമ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥമായ രീതിക്ക് അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം കൊണ്ട് മാറി നിന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സൈലന്റ് ആണ്. സൈലന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ അവരുടെ പുറകെ അങ്ങനെ പ്രതികരിച്ചോ കാര്യങ്ങൾക്കോ ഒന്നും പോവാറില്ല. നിങ്ങൾ സൈലന്റ് ആയിട്ട് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് അവിടെ വീണിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്പേസ് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്പേസ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഡ്രീം എനർജി ആണ്. അപ്പൊ എന്ത് സാഹചര്യം കൊണ്ട് ഇപ്പൊ മാറി നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു ആക്ഷനും നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ തയ്യാറാവാതെ മാറുന്നവരാണെങ്കിൽ പോലും ഡ്രീം എനർജി എന്ന് പറയുമ്പോൾ അവരിപ്പോ എന്തായാലും നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇപ്പൊ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പ്രതികരിക്കാൻ പോകാതെ വന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകള് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹം. മാത്രമല്ല കാര്യങ്ങളെല്ലാം നേരത്തെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്നൊരു ചിന്ത. ഇനിയെങ്കിലും മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഇതെല്ലാം അവരുടെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡ്രീം എന്ന് പറയുമ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. നിരന്തരമായിട്ടും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് മാറുന്നത്. അത് നിങ്ങളുടെ ബന്ധത്തിന് അനുകൂലമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അവരിൽ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് സ്വയമേ തന്നെ അവർക്ക് തോന്നുക. നിങ്ങൾ നിർബന്ധിച്ച് പറയിക്കുക എന്നുള്ളതല്ല. നിങ്ങളിപ്പോ മാറി നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അവർക്ക് സ്വയം അവരുടെ മനസ്സിൽ തോന്നുകയാണ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളോട് തുറന്ന് സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. തുറന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അങ്ങനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ റിലേഷൻഷിപ്പിൽ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട എഫേർട്ട് ആണ് ഇടാതിരിക്കുന്നത്. ബാക്കി എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രശ്നങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും വലിയ പ്രശ്നമില്ല. ഇവര് കൂടെ ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട ആ ഒരു പോർഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്വയമേ ഇവരുടെ എനർജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ ആ ഒരു തോന്നലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവര് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറകെ നടന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വില അവർ അറിഞ്ഞില്ല. എന്നാൽ നിങ്ങളിപ്പോ മാറിപ്പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അവർക്ക് ദേഷ്യപ്പെടാനാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പുറകെ പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത്. അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിക്കൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല, ഇവർക്ക് ഭയങ്കര ഈഗോ ഉള്ള വ്യക്തികളാണ്. അവരുടെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ നിങ്ങൾ പുറകെ പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയി. മാത്രമല്ല ഈ ഒരു ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അവർ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ ഒന്ന് നിങ്ങൾക്ക് കേൾക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാനുള്ള ഒരു അവസരമൊക്കെ തരാമായിരുന്നു എന്നുള്ള രീതിക്ക് ഒരു പുതിയ ഉണർവ് അത് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഉണർവ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക് വളരെയധികം ഒരു പ്രതീക്ഷയോട് കൂടി ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്ന് തകർച്ച വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങളുടെ വ്യക്തിയായിട്ട് ബ്രേക്ക് ത്രൂ ചെയ്യുക. ആ ഒരു പ്രശ്നങ്ങളെ പൂർണ്ണമായും പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുക. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിസ്റ്റൻസ് അതെന്താണെന്നുണ്ടെങ്കിൽ അതിനി മുന്നോട്ടേക്ക് വേണ്ട എന്നുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇവരുടെ ചിന്താഗതികളിൽ ആയിക്കൊള്ളട്ടെ, ഇവരുടെ മനസ്സിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതായത് അവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങളുടെ സ്ട്രോങ് എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരിലേക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻസ്, സങ്കടം വരുന്നുണ്ടായിരിക്കാം, ദേഷ്യം വരുന്നുണ്ടായിരിക്കാം, വീണ്ടും വേണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു നിങ്ങളുടേതായ സെൽഫ് റെസ്പെക്റ്റില് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് ഇനി എന്തൊക്കെ വന്നാലും അങ്ങോട്ടേക്ക് കാല് പിടിച്ച് ചെല്ലില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇനി എന്തായാലും ഇവരിലേക്ക് ഭയങ്കരമായിട്ട് കാല് പിടിച്ച് ചെല്ലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു ഉള്ളിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് എനർജി ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നത്. അവര് നിങ്ങളെ ഡ്രീം ചെയ്യുന്നു, ക്രിയേറ്റർ ആണ്. നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക.
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ രീതിക്കും അവര് പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളെ. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ? അതായത് നിങ്ങളെ ചേസിങ് എനർജിയാണ്. തിരിഞ്ഞു നോട്ടം എന്ന് പറയുമ്പോൾ ചേസിങ് എനർജിയാണ്. അപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു പോയ വഴിയെ തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവര് പൂർണ്ണമായിട്ടും ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ എനർജീനെ, അവരുടെ ഉള്ളിലെ ചിന്തകളെ, ചിന്താഗതികളെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടത്തിവിടുന്നു. ഹേർട്ട് ചക്ര ആയിക്കൊള്ളട്ടെ, സേക്രൽ ചക്ര ആയിക്കൊള്ളട്ടെ, ത്രോട്ട് ചക്ര ആയിക്കൊള്ളട്ടെ, കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ നല്ലതിന് വേണ്ടി പ്രയത്നിക്കാനായിട്ട് സ്വയം പര്യാപ്തത നേടുക. വി ആർ ദ വേൾഡ്. ഇത്രയും നാളും എന്റെ ലോകം എനിക്ക്, അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക്, നിന്റെ കാര്യം നിനക്ക് എന്നുള്ളൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തികളാണ് ഇവര്. എന്നുവെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി യാതൊരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ മാറി നിന്നവരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മളുടെ ലോകം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോകം വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അവര് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവര് ഡ്രീം ചെയ്യുക. ഒരു ഇമാജിനറി വേൾഡിലാണ് ഇവർ നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങള്, മുന്നോട്ടേക്ക് നിങ്ങളെ ലൈഫ് കൊണ്ടുപോകുന്ന കാര്യങ്ങള്, ഇതെല്ലാം ഇവർ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. പോസിറ്റീവായിട്ട് എന്താണോ നിരന്തരമായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആയി മാറുകയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ സക്സസ് ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഡ്രീം ചെയ്യുന്നത്. അപ്പൊ അത് മാനിഫെസ്റ്റേഷൻ ആയി മാറുകയാണ് ഇവിടെ. അവർ ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഇമോഷണലി വീക്ക് എന്ന് പറയുമ്പോൾ ഒന്ന്, നിങ്ങൾ അവരെ വിട്ടു പോകും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കില്ല, നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ടു പോകും എന്ന് തുടങ്ങിയ സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ഇനി ഇവരെ വിട്ടു പോയോ എന്നുള്ളതാണ്. ഇവര് എപ്പോഴും കരുതിയിരുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇവരുടെ പുറകെ നടക്കും എന്നുള്ളത് തന്നെ ആയിരിക്കാം. കാരണം ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വിട്ടു പോയോ എന്നുള്ള രീതിക്ക് ഇവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇവര് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഫീൽ ഇവർക്ക് തോന്നുന്നുണ്ട്. പറ്റിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒട്ട് പുറകെ നടക്കുന്നുമില്ല. അപ്പൊ പറ്റിപ്പോയല്ലോ എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഇമോഷണലി വീക്ക് ആകുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് അവർ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. കംപ്ലീറ്റ്ലി അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു പൂർണ്ണമായ മാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു എനർജി വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഒരു എന്താ പറയാ എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രീഡം തന്നെ ആയിരിക്കാം നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിക്ക് വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കും. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങളല്ലാതെ മറ്റേതെങ്കിലും സാഹചര്യങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മോശ സമയം ആയതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈവിട്ടും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരിലും മാറ്റങ്ങൾ വേണം. ചിലപ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയായിരിക്കാം. നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി മുന്നിൽ ഇവർക്ക് കുറച്ചൊരു സ്വാർത്ഥത, അല്ലെങ്കിൽ ഈഗോ ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് ഇവർ ഇതുവരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാതിരുന്നത്. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ഇവരിപ്പോ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ എനർജിയിൽ, അവരുടെ ആ ഒരു തീരുമാനങ്ങളില്, അവരുടെ സ്വഭാവങ്ങളില് എല്ലാത്തിലും ഒരു മാറ്റങ്ങൾ. ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. മൊമെന്റ് ടു മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മുന്നോട്ടേക്ക് നിങ്ങളുടെ പേഴ്സൺ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളിലും നിങ്ങളെ വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം, നിങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളെപ്പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഇവരും ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു വളർച്ച, ആ ഒരു ഫ്ലവറിങ്, അതെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഈ ഒരു ബന്ധത്തിൽ ഒരു സക്സസ് കൊണ്ടുവരിക. ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വഴക്കുകൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും പാസ്റ്റ് ലീവ്സ് ആണ്.
പാസ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക്, എന്ന് വെച്ചാൽ വഴക്കും പ്രശ്നങ്ങളും മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സും ഉണ്ട്. അപ്പൊ ആ ഒരു നല്ല നല്ല മൊമെന്റ്സും ഇവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഓർക്കുള്ളൂ, നല്ല കാര്യങ്ങളൊന്നും ആരും ഓർക്കില്ല. എന്നാൽ ഒരു ഒറ്റപ്പെടലുകളും ഒരു മിസ്സിങ്ങും ഏത് നിമിഷമാണോ തോന്നി തുടങ്ങുന്നത്, ആ ഒരു സമയത്താണ് നല്ല നല്ല കാര്യങ്ങൾ ഓർക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് അവർ ആ ഒരു കഴിഞ്ഞു പോയിരിക്കുന്ന കാലങ്ങളിലെ നല്ല നല്ല കാര്യങ്ങളും വഴക്കുകൾ മാത്രമല്ല നല്ല നല്ല മൊമെന്റ്സ് ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവരുടെയും കൂടെ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് കൈ അടിച്ചാലാണ് ഭയങ്കര ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് രണ്ടുപേരുടെയും മിസ്റ്റേക്ക് ആണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊരു മെച്യൂരിറ്റി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഒരു മാറ്റങ്ങളാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇവർ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, അങ്ങനെയൊക്കെ ഒരു രീതി ആയിരിക്കും ഇവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. രണ്ടുപേരുടെ ഭാഗത്തും നല്ലതും ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും ചീത്തയുണ്ട് എന്നുള്ള രീതിക്ക് രണ്ട് സൈഡിലും നിന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അത് അവരുടെ മെച്യൂരിറ്റി തന്നെയാണ്. അതുപോലെ ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഈ ഒരു ബന്ധം വീണ്ടും ആ ഒരു മനോഹരമായ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരിക. കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ഇവരതിന് തയ്യാറാണ്. ഇതുവരെ അവരൊരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ, നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് എനർജിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യമാണ് ഇവിടെ എനർജി ആയിട്ട് മാറുന്നത്. അതായത് നിങ്ങളൊരു വിശ്വാസം, നിങ്ങളൊരു ട്രസ്റ്റിലായിരിക്കും ബാക്കിലേക്ക് നിൽക്കുന്നത്. നിങ്ങൾ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ഇവരുടെ പുറകെ പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം, അവർ നിങ്ങളിലേക്ക് എത്തും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷയുടെ കണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കണങ്ങൾ ഇവിടെ സത്യമായിട്ട് തന്നെയാണ് മാറുന്നത്. കാരണം ഇവരുടെ ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിലേക്ക് ഇവർ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വയമേ ഇവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, ചെയ്യണം. കാരണം വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ റിലേഷൻഷിപ്പ് വേണം. കാരണം പൂർണ്ണമായും നിങ്ങൾ വിട്ടു മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കെയറിങ് ആയിക്കൊള്ളട്ടെ, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അത് അവർക്ക് ആരായിരുന്നു എന്നുള്ളത് അവർ സ്വയമേ തിരിച്ചറിയുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ബന്ധത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അർഹമായ രീതിയിലുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് രണ്ടുപേരും ഒരേപോലെ തന്നെ എഫേർട്ട് എടുത്ത് ബന്ധത്തെ മുന്നോട്ടേക്ക് നയിക്കുക. ഇപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അവരോട് പറയുന്നത്. അതായത് അവരുടെ ഇന്നർ സോള് അവരോട് പറയുന്ന കാര്യവും സെയിം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധം നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത്. പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ഒരു സൊല്യൂഷൻ, രണ്ടുപേര് എഫേർട്ട് എടുക്കുവാണെങ്കിൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സത്തെ പൂർണ്ണമായും പൊട്ടിച്ചെറിയുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഏറ്റെടുത്തിട്ടുണ്ട് മനസ്സുകൊണ്ട്. അവരുടെ ആ ഒരു രീതിയിലൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഒരു സ്വന്തം നിലപാടിൽ ഇങ്ങനെ ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർ മനസ്സിലാക്കുകയും ഇമോഷണലി അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് വേണമെന്നൊരു ആഗ്രഹം അവരിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇതുവരെ അവരൊരു നിലപാടില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയാ തട്ടിക്കളിച്ച് നടന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡിസിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. നീതിപൂർവം അല്ലെങ്കിൽ ന്യായപൂർവം പ്രവർത്തിക്കണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഡയറക്ഷനിലൂടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കറക്റ്റ് ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ഏറ്റുപറച്ചിലുകൾ കാര്യങ്ങൾ എല്ലാം നടത്തി ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്ന സംസാരം അത് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ തുടക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരിക. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും മനോഹരമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇവിടെ വിചാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. അവരും അതിന് വേണ്ടിയിട്ട് അവർ സ്വയമേ എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, ഡ്രീം ചെയ്യുന്നു. എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ ഡ്രീം ചെയ്യുന്നു, അതിന് ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്.
അപ്പൊ ആ ഒരു കുറ്റബോധവും കാര്യങ്ങളും നഷ്ടബോധവും ഒക്കെ ഇവർക്ക് തോന്നി തുടങ്ങിയിരിക്കാനുള്ള മെയിൻ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി സൈലന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കാനുള്ള നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ധൈര്യമാണ്, നിങ്ങൾക്കൊരു വിശ്വാസം, നിങ്ങൾ ആ ഒരു ട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ എടുത്ത ഡിസിഷൻ, അത് തന്നെയാണ് ഇവരുടെ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഒരുപാട് പുറകെ നടന്നപ്പോൾ വാല്യൂ ഇല്ലാതിരുന്ന ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ചെറിയ ഒരു തീരുമാനം, ബന്ധം നന്നാക്കാനായിട്ടാണെങ്കിലും നിങ്ങൾ എടുത്ത ചെറിയൊരു തീരുമാനത്തിലൂടെ വലിയ രീതിക്കുള്ള മാറ്റങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥയൊക്കെ വെച്ച് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ടും കൂടെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, പി എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, വിർഗോ, എറണാകുളം, 7 എന്നൊരു നമ്പർ, യു എന്നൊരു ലെറ്റർ, എറണാകുളം എഗെയിൻ വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ, ഫെബ്രുവരി മന്ത്, രോഹിണി എന്നൊരു സ്റ്റാർ, പി അഗെയിൻ വന്നിട്ടുണ്ട്, പാലക്കാട്, വയനാട്, ജി എന്നൊരു ലെറ്റർ, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്, അശ്വതി, 1988, വിത്തിൻ 3 months ചിലവരുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്, ചിലർക്ക് 7 days കാണിക്കുന്നുണ്ട്, 40, എം എന്നൊരു ലെറ്റർ, 30 കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് 30 days ആയിട്ട് എടുക്കാം, ട്രിവാൻഡ്രം, അനിഴം, UAE വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.